ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ട്രൂപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി ചില ചെടികളൊക്കെ നടന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ആ ഒരു ലെവൽ എത്രത്തോളം ആണെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജമന്തിയാണ് കേട്ടോ. ഓറഞ്ച് ജമന്തി ചെടി പോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ കുറച്ച് കരിയില അടിവളമായിട്ട് ഇട്ടിരുന്നു. മാത്രമല്ല, മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടികളുടെ തയ്യ് വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ആ ഒരു പ്ലാന്റ് എത്രത്തോളം വളർന്നു, അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടായോ എന്നൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കേട്ടോ. നോക്കിക്കേ എന്തുമാത്രം പൂക്കളാണ് ഉണ്ടായെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗാർഡൻ ഒരു ട്രോപ്പിക്കൽ ഗാർഡനാണ്. അവിടേക്ക് ഈ ഒരു പൂച്ചെടികൾ ഇങ്ങനെ നിറച്ചും പൂക്കളുമായിട്ട് വന്നപ്പോഴത്തേന് ഒരു പ്രത്യേക സൗന്ദര്യം എൻ്റെ ഗാർഡൻ ഉണ്ടായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആന്തൂറിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ വെറൈറ്റി ആയിട്ടുള്ള റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് നടന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ച് മണലും ചാണകപ്പൊടിയും അതുപോലെ ഓടും കഷ്ണങ്ങളും ചകിരിയും മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് പോട്ട് ചെയ്തത്. അതിൻ്റെ അപ്ഡേറ്റ് നമുക്കൊന്ന് കാണാം. നോക്കിക്കേ, എല്ലാ പ്ലാന്റിൽ നിന്നും പുതിയ പുതിയ ലീഫുകൾ വരാനായിട്ട് തുടങ്ങി കേട്ടോ. എത്രയും വേഗം ഇത് നിറച്ച് പൂക്കളായി മാറും. അപ്പോൾ നിങ്ങളും പ്ലാന്റൊക്കെ പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പോട്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്. എല്ലാവരും കയറി കണ്ട് ഇതുപോലെ തന്നെ പ്ലാന്റ് നടണം കേട്ടോ. നോക്കി, എല്ലാത്തിലും തന്നെ പുതിയ വേരുകളും ഇലകളും ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നൊരു മെത്തേഡ് എനിക്ക് സക്സസ്ഫുൾ ആണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയാണ് കേട്ടോ. എല്ലാത്തിലും തന്നെ നല്ലപോലെ ലീഫുകളും വേരുകളും ഒക്കെ വരാനായിട്ട് തുടങ്ങി. അടുത്തത് ഈ ഒരു ഹെലിക്കോണിയയുടെ പ്ലാന്റ് പോട്ടിങ് വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. പക്ഷേ അത് നല്ല ഭംഗിയിൽ തന്നെ പൂക്കളിടാൻ തുടങ്ങിയില്ല. ഞാൻ അന്ന് 4 പ്ലാന്റ് ആയിരുന്നു നട്ടത്. ഇപ്പോൾ ഒരു 5-6 പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് കണ്ടില്ലേ, നിറച്ചും ലീഫുകളൊക്കെ വന്ന് കൂടുതൽ കൂടുതൽ തൈകളൊക്കെ വന്ന് നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട്. ഇതും ഞാൻ മണ്ണും മണലും നമ്മുടെ ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ചിട്ടാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഇത് നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ഇത്. നല്ല കുറേ സ്ഥലമുള്ളവർക്ക് ഇത് ഡയറക്റ്റ് നിലത്ത് തന്നെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നമ്മുടെ കലാത്തിയ ലൂട്ടിയ ഒക്കെ പോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വളർത്താവുന്ന ഒരു പ്ലാന്റാണ് ഹെലിക്കോണിയ. ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു ചെറിയ വാഴ പോലെയൊക്കെ നിൽക്കുന്ന ആ ഒരു ലീഫുകളുടെ ആ ഒരു ഭംഗിയും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതും നമുക്ക് പോട്ട് ചെയ്തിട്ട് ഇത്രത്തോളം ഭംഗിയിൽ അത് നമുക്ക് പിടിച്ച് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമല്ലേ. അടുത്തത് ഞാനൊരു ചെറിയ ഇല്ലി, അതായത് മുളയുടെ ഒരു ചെടി, ഒരു വെരിഗേഷൻ ഉള്ളത് ഞാൻ പോട്ട് ചെയ്യുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും അന്ന് നമ്മൾ നട്ടപ്പോൾ കുറേ ലീഫുകളുണ്ടായിരുന്നു. അതൊക്കെ കരിഞ്ഞു പോയതിന് ശേഷം പുതിയ ലീഫുകളൊക്കെ വന്ന് അതിൻ്റെ വേരൊക്കെ പിടിച്ച് തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ നട്ട എല്ലാ പ്ലാന്റുകളും സക്സസ്ഫുള്ളായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റുകളുടെ ആ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പം മണ്ണും മണലും ചാണകപ്പൊടിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന കരിയിലയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ചെടികളെല്ലാം തന്നെ പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം തന്നെ നല്ല ഭംഗിയിൽ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തത് ഞാൻ ഒരു മോണിസ്ട്ര പ്ലാന്റ് നട്ടിരുന്നു. അതും ഇപ്പോൾ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നു. അതിൻ്റെ പുതിയ ലീഫ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഓയിലി ആയിട്ടുള്ളൊരു സുന്ദര ലീഫ്. അപ്പം നമ്മൾ നട്ടു കൊടുക്കുന്ന പ്ലാന്റുകളൊക്കെ ഇതുപോലെ തന്നെ പിടിച്ച് കിട്ടി കാണാനല്ലേ നമുക്ക് ആഗ്രഹം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ പോട്ടി മിക്സൊക്കെ ഉപയോഗിച്ച് നിങ്ങളും പ്ലാന്റുകൾ പോട്ട് ചെയ്യുക. നിങ്ങളുടെ ഗാർഡൻ അതിമനോഹരമായ ഒരു ഗാർഡനാക്കി തീർക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക്